ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ തോരനോ കറികളോ ഒക്കെ തരണേന്ന്. അപ്പോൾ ഇന്നത്തെ ഈ തോരൻ വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉരുളക്കിഴങ്ങ് തോരൻ പലരും ഉണ്ടാക്കുന്നുണ്ടാകാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറയാം. ഇതൊരു മീഡിയം സൈസ് 4 ഉരുളക്കിഴങ്ങുണ്ട്. അത് അരിഞ്ഞിരിക്കുന്നത് കണ്ടോ? ഇങ്ങനെ ഒത്തിരി കനത്തിലുമല്ല, എന്നാൽ ഒത്തിരി കനം കുറച്ചുമല്ല, ആ രീതിയിൽ. കാരണം ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വേവുന്നയാ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സൈസിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. ഇത് അരിയുമ്പോൾ തന്നെ അത് വെള്ളത്തിൽ അരിഞ്ഞിടുക. അപ്പോൾ കറുക്കത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കറുത്തു പോകും. അപ്പോൾ തൊലി കളഞ്ഞിട്ടും വെള്ളത്തിലിടുക, അതിനുശേഷം അരിഞ്ഞിട്ടും വെള്ളത്തിലിടുക. അത് കഴിഞ്ഞ് കഴുകി വാരിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സവാളയുടെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് 4 പച്ചമുളകും ഒരു 3 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, 3 അല്ലിയാണേ. പച്ചമുളക് എരി അനുസരിച്ച് എടുക്കാം. പിന്നെ തേങ്ങ, ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന് തേങ്ങ ഇച്ചിരി കൂടുതൽ വേണം, കാരണം അതിന്റെ പീര, അതിന് തേങ്ങ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. തോരനൊക്കെ തേങ്ങ കൂടിയിരുന്നാൽ അത്രയും നല്ലത്. പക്ഷെ ഇപ്പോ അധികം ആരും തേങ്ങ ഉപയോഗിക്കുന്നില്ല, വളരെ കുറച്ച് തേങ്ങ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇടുന്നത് മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് മഞ്ഞത്തോരനല്ല വെള്ള കളറിലുള്ള തോരനാ വേണ്ടതെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അവോയ്ഡ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം കുറച്ചേ ഇടാവൂ, കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ലേശം ജീരകം, അതായത് കൊച്ചു ജീരകം, കറിക്കും തോരനും ഒക്കെ ഇടുന്ന ചെറിയ ജീരകം, പെരുംജീരകം അല്ല. ഇനി ഞാൻ ഇടുന്നത് തീർത്തും ഓപ്ഷണലാണ്, കുടംപുളി. അത് ഒരു ചോള ഞാൻ 3ആയിട്ട് മുറിച്ചതാ, കൈകൊണ്ട് തന്നെ മുറിച്ചതാ. ഇത് ഇടുന്നതെന്ന് വെച്ചാല് മീൻപീര കൂട്ടിയിട്ടുണ്ടല്ലോ എല്ലാരും, അപ്പോൾ ഒരു മീൻപീരയുടെ ടേസ്റ്റ് വരും ഇത് ഇടുമ്പോ. അത് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഒരു വെറൈറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളവർക്കും ചെയ്യാം, അല്ലാത്തവർ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്തേക്കുക. കാരണം നമ്മുടെ ഈ തോരന് സെയിം നമ്മുടെ മീൻ പീരയുടെ ഒരു ടേസ്റ്റ് വരും. ഈ പുളി അതിനു വേണ്ടി ഇട്ട വാളംപുളിയല്ല, കുടംപുളി, മീനൊക്കെ ഇടുന്ന പുളിയാണ് ഇട്ടേക്കണേ. ഇനി നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഞെരിടണം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഞെരിടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. പാത്രം വെച്ചിട്ട് അതിലേക്ക് ലേശം എണ്ണ ഒഴിക്കുക. അധികം വേണ്ട, ലേശം മതി. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ലേശം ഉള്ളി ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ ഞെരടി വെച്ചിരിക്കുന്ന കിഴങ്ങും എല്ലാം ഇട്ട് കൊടുക്കാം. വെള്ളം അധികം ഒഴിക്കരുത്. ആ അരപ്പ് പാത്രം ഒന്ന് കഴുകി ഒരിക്കൽ വെള്ളം ഒഴിച്ചാൽ മതി, നമ്മുടെ കൈ കഴുകി. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം ഒത്തിരി ഒഴിച്ചാൽ അത് കുഴഞ്ഞു പോകും. കണ്ടില്ലേ, വെള്ളം ഇച്ചിരി ഒഴിച്ചിട്ടുള്ളേ, കാണാൻ പോലും ഇല്ല. ഇനി ഇത് നമുക്ക് ഇങ്ങനെ പൊത്തി വെച്ച് അടച്ചു വെച്ച് ചെറുതീയിലാണ് ഞാൻ വെച്ചേക്കുന്നേ, വേവിക്കാം. ചെറുതീയെന്ന് വെച്ചാൽ അതിനേക്കാൾ ഒരിച്ചിരി കൂടെ കൂട്ടിയാ വെച്ചേക്കുന്നേ. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം, അടിക്ക് പിടിക്കുന്നൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ നിന്ന് നന്നായി ആവി വന്ന് തുടങ്ങി. നമുക്കൊന്ന് തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഒന്ന് ഇതിന്റെ വേവൊന്ന് നോക്കണേ. വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേവാനുണ്ട്. ലേശം കൂടി ഉപ്പ് വേണം. ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. രണ്ടാമതും അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞേ. ഇത് നിങ്ങൾ വെന്തോന്ന് നോക്കി, വെന്തെങ്കിൽ അതല്ല വേവാറായി എങ്കിൽ ഈ 2 ഓപ്ഷൻ ഉണ്ട്. ഈ 2 ആണെങ്കിലും ഇനി ഇത് അടച്ചു വെക്കണ്ട. അതായത് അതിൽ വെള്ളമയം ഉണ്ടെങ്കിൽ
ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട, ഇങ്ങനെ വിതറിയിട്ട് വേവിച്ചാൽ മതി. അതല്ല വെള്ളമയം ഒട്ടും ഇല്ല, വെന്തില്ല എങ്കിൽ അടച്ചു വെച്ച് തന്നെ ആവിയിൽ വേവിക്കാം. അങ്ങനെ പറയാൻ കാര്യം, ഇങ്ങനെ തുറന്നിടുമ്പോൾ ഇതിന്റെ വെള്ളം വലിയും, ഈർപ്പമെല്ലാം മാറിക്കിട്ടും വെള്ളം ഉണ്ടെങ്കിൽ. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞു. കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോ ലേശം തീ കുറച്ച് ഞാനിത് ഇങ്ങനൊന്ന് വിതറി ഇതിന്റെ ആ ഈർപ്പം ഒന്ന് പോവാനായിട്ട് ഇങ്ങനെ ഇടുക. ഇപ്പോ വെള്ളമെല്ലാം നല്ലപോലെ ആ ഈർപ്പം എല്ലാം പോയിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ വെന്തു. അത് ഞാൻ ആദ്യം അരിഞ്ഞത് കാണിച്ചപ്പോ ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു, അയ്യോ ചേച്ചി ഇത്ര ചെറുതായിട്ട് അരിഞ്ഞു, അത് കുഴഞ്ഞു പോവില്ലേന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, അതുപോലെ തന്നെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ഇച്ചിരി ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ നേരത്തെ പുളി ഇട്ടപ്പോ പറഞ്ഞില്ലേ, ആ സെയിം ഒരു മീൻ പീരയുടെ ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കേണ്ടവർക്ക് ഇങ്ങനെ പരീക്ഷിക്കാം. പുളി ഇട്ടിട്ട്, അതല്ല പുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കോ. ബാക്കിയുള്ള സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. വീണ്ടും പുതിയ ഏതെങ്കിലും ഒരു ഡിഷുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.